ഓക്കെ, ഞാനങ്ങനെ വീണ്ടും വന്ന്. ഹലോ ഗായ്സ്, എൻ്റെ പേര് ധ്യാൻ ജയരാജ്. ഞാൻ ഇന്ന് എത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ എത്തിയത് മൈൻക്രാഫ്റ്റ് ആയിട്ടല്ല, ക്രാഫ്റ്റ് ആൻഡ് ബിൽഡിങ്. ഗൈസ്, എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്, കാരണം എൻ്റെ മൈൻക്രാഫ്റ്റ് ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. നിങ്ങൾ ആരെങ്കിലും ഞാൻ കയറ്റിയ പോലെ കയറ്റിയിട്ടുണ്ടെങ്കിൽ അതിപ്പം തന്നെ ഡിലീറ്റ് ചെയ്തോ. കാരണം വേറൊന്നുമല്ല, അത് ഹാക്കേഴ്സ് കയറ്റിയതാണ്. അതിൽ ചിലപ്പോൾ വൈറസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്തത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഫോണുകളിൽ അതിൻ്റെ ലിങ്കും അവൈലബിൾ അല്ല. അപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഹാക്കേഴ്സ് കയറ്റിയത്. ഞാൻ ജെമിനോട് കൂടുതലെല്ലാം ചോദിച്ചറിഞ്ഞു. അത് മാത്രമല്ല, നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് വെറും 29 രൂപയ്ക്ക് കയറ്റാം. പക്ഷെ ഞാനിപ്പോൾ അത് കയറ്റുന്നില്ല, കാരണം അതും കുറച്ച് വെറൈറ്റി പിടിക്കാമെന്ന് കരുതിയിട്ടാണ്. അയ്യോ, എൻ്റെ ജോയ്സ്റ്റിക്ക് ഇതല്ല. ആദ്യം എൻ്റെ ജോയ്സ്റ്റിക്ക് ഒന്ന് മാറ്റട്ടെ. ഇതിപ്പോൾ എങ്ങനെ ആർക്കറിയാം? അതാണ് ഇവിടെ തന്നെ. ഇതതുപോലെ തന്നെയാണ് ഏകദേശം. എനിക്ക് എൻ്റെ ജോയ്സ്റ്റിക്ക് കിട്ടി. എൻ്റെ സ്പോൺ എവിടെയും ചോദിച്ചത് ഇവിടെ. ഇത് ഡർട്ട് തന്നെയാണല്ലോ. ഡർട്ട് തന്നെ. ഇത് ഡർട്ട് തന്നെ. ഒന്നിവിടെ, ഒന്നിൻ്റെ പൊക്കത്ത്. പ്രശ്നം കഴിഞ്ഞില്ലേ? അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സ്പോണാവും, അത് വേണ്ടിയാണ്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിങ്ങിലൂടെ ബേസിക് ടൂൾസ് ഒക്കെ ക്രാഫ്റ്റ് ചെയ്യാം. ഇതിൽ പിന്നെ നമ്മൾ വിചാരിക്കുന്നത്ര ഗ്രാഫിക്സ് ഒന്നും ഇല്ലെങ്കിലും ഇതിൽ ഫാൻസിയും മറ്റേ സുനാപ്പികളെല്ലാം ഉണ്ട്. വൈബ്രൻറ്റ് വിഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഇട്ടാലും നമ്മുടെ മറ്റേ മൈൻക്രാഫ്റ്റിൽ അത്ര വലിയ ഹീറ്റും കാര്യങ്ങളും ഒരു പ്രശ്നം. അതെന്നാ ഞാൻ സ്പോണായത് അവിടെ കണ്ടു, അവിടെ വില്ലേജ്. ഞാൻ രണ്ട് ഇത് നോക്കി അതിലെല്ലാത്തിലും ഞാൻ നോക്കുമ്പോൾ വില്ലേജ് അവിടെ തന്നെ, അടുത്ത് തന്നെ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഗെയിമിൻ്റെ ഇതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ക്രിയേറ്റ് ചെയ്ത 2 വേൾഡിലും വില്ലേജ് തൊട്ടടുത്തുണ്ടായിരുന്നു. എൻ്റെ സ്പോണിങ് ഏരിയ തന്നെ വില്ലേജ്. അത് മറ്റേ നമ്മുടെ മൈൻക്രാഫ്റ്റിലാണെങ്കിൽ, ബെഡ്റോക്ക് എഡിഷനിലാണെങ്കിൽ നടക്കില്ല കേസ്. ഞാൻ എന്തായാലും ഇനിയും ബെഡ്റോക്ക് ആയിട്ട് വരും. നിങ്ങളാരും നെറ്റ് അടിക്കേണ്ട. ഇതാണ് തോന്നുന്നു നമ്മുടെ അങ്കർ പവർ. ഇവിടെ നമുക്കൊരു ബെഡും ഫുഡും അടിച്ചു മാറ്റാം. ഇവിടെ ഒരു മച്ചുമ്പില്ല, അവനെങ്ങനെ ഇരിക്കുക നോക്കാം. അയൺ ഗോളം, അവനെങ്ങനെ ഇരിക്കുക? ഞാൻ 2 വേൾഡ് നോക്കി, അതിലൊന്നിലും എനിക്ക് അയൺ ഗോളത്തെ കാണാൻ പറ്റും. ഇവനാണ് അയൺ ഗോളം എന്ന് പറയുന്ന പുരുഷൻ. അവനെ നമുക്ക് തട്ടുന്നതിന് മുമ്പ് ആദ്യം ഞാൻ ഒരു സോഡും ക്രാഫ്റ്റ് ചെയ്യട്ടെ. അല്ലെങ്കിൽ ഞാൻ ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ ക്രാഫ്റ്റ് ചെയ്തില്ല. ഓക്കെ, എൻ്റെ ഈ ഹാർട്ട് എങ്ങനെ ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാനത് ക്ലാസിക് ആക്കിയതാണ്. അതെല്ലാവരുടെയും പോക്കറ്റ് ആയിരിക്കും. അതൊന്ന് ക്ലാസിക് ആക്കിയാൽ മാത്രം മതി. സോഡും ഒരാക്സും കുറച്ചുകൂടെ സ്റ്റിക്ക്, ഒരു പിക്കാക്സ് മതി. ഓക്കെ, ഇനി നമുക്ക് അവനെ തട്ടണം. അവനെ തട്ടുന്നതിന് മുമ്പ് ഡർട്ട് ഒപ്പിക്കാം. ഒരു 3 എണ്ണം മതി. എന്നാലും ഞാൻ എക്സ്ട്രാ 2 ഇട്ടാണ്, കാരണം ഇതിൽ ഇനിയിപ്പോൾ എങ്ങനെയാണ് എന്നെ ഗ്ലിച്ച് ആകുമെന്ന് പറയാൻ പറ്റില്ല. 3 ബ്ലോക്ക് ആവണം. ആദ്യം ആ ട്രിക്ക് വർക്കാവും. എല്ലാത്തിലും വർക്കാവുമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ അമ്മ അവനെൻ്റെ പുറകെ വരുന്നു. പക്ഷേ എനിക്കിപ്പോൾ അവനെ കണ്ടത് പോലെ വലിയ പേടിയൊന്നുമില്ല. അങ്ങനെ ഇട്ടു. ഇനിയിപ്പോൾ അങ്ങനെ ഓടി ഒരു ആക്സ് എടുക്കുക. അത് വർക്കാവുന്നുണ്ട് കേട്ടോ. ഇപ്പം ചുറ്റും അമ്മേ, കുഴപ്പമില്ല. ചാട്ടിടിക്കും, നല്ല ഡാമേജ് വരുന്നുണ്ട്. ഇതിലും നമുക്ക് വലിയൊരു ബേസൊക്കെ പണിയണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് ഓക്കെ, അവനങ്ങനെ ചത്ത്. ഓക്കെ, നമുക്ക് ഈ ഡർട്ടെല്ലാം ഇവിടെ നിന്ന് പൊളിച്ചേക്കാം. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് മെയിൻ സാധനം അടിച്ചു മാറ്റാം. ഇവിടെ ക്രാഫ്റ്റിൻ്റെ ബാരലിരിക്കുന്നു. ഇവിടെ നമുക്ക് എത്രയാണ് കിട്ടി? ഇതെന്തെന്നാ വീറ്റിൻ്റെ സീഡ് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്? ഒരു 3 എണ്ണം ബക്കറ്റ് ഉണ്ടാക്കാനുള്ള കൈ, അതാണ് നമുക്ക് മെയിൻ. ഇവിടെ ബാരലൊക്കെ, ഇതിൽ പിന്നെ എൻഡർ ഡ്രാഗൺ എല്ലാം ഉണ്ട്. ഇനി ബെഡ് അങ്ങനെ ഒപ്പിച്ച്. ഇതൊന്ന് ബെഡ് പരന്നിരിക്കുന്നേ. ഓക്കെ, ഇനി കുറച്ച് ഫുഡ്. നല്ല സാധനം. അയ്യോ, എൻ്റെ ആക്സ് ഇപ്പോൾ പൊട്ടും. ഞാൻ വേഗം സ്റ്റോൺ ടൂൾസ് ആവട്ടെ. പംകിൻ്റെ സീഡും കൊണ്ട് സ്റ്റോൺ ടൂൾസ് വെറൈറ്റിയാണ്. ഞാൻ സ്റ്റോൺ അതെത്തി. 3 ബ്ലോക്ക് ഒഴിച്ചാൽ തന്നെ സ്റ്റോൺ എത്തി. ഇനി വേഗം സ്റ്റോൺ ടൂൾസ് ആവട്ടെ. എന്തിനാ വെച്ച് കഴിഞ്ഞാൽ
ഇല്ലെങ്കിൽ നമ്മൾ ഇനിയും കഷ്ടപ്പെടും ഗൈസ്. ഈ വുഡിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഞാനൊരു അയൺ ബോക്സ് വന്നപ്പോൾ ഇത് പോയി. അതുകൊണ്ട് നമുക്ക് ഇതും കൊണ്ട് കുറേ നേരം നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് നമുക്ക് കുറേ നേരം സർവൈവ് ചെയ്യാൻ പറ്റില്ല. എൻഡർ ഡ്രാഗനൊക്കെ ഇതും കൊണ്ട് കൊല്ലുന്നതൊന്ന് ഓർത്ത് നോക്ക് ഗൈസ്, പറ്റുകയില്ല. കോള്, ഇത് കോളൊരുമാതിരി 3 വര അത്രേ ഉള്ളൂ ഗൈസ്. കുഴപ്പമില്ല, കോള് കിട്ടിയില്ലേ. ഇതുണ്ടോ കോള് കണ്ടു, നോക്ക് കോള്. നമുക്കെന്തെങ്കിലും ഒരു ടോർച്ചും ക്രാഫ്റ്റ് ചെയ്യാം. ഓക്കെ, ടോർച്ചും ക്രാഫ്റ്റ് ഇനിയുണ്ടോ. മൈനിങ് ആണ് ഏറ്റവും നല്ലൊരു ഐഡിയ. ഓക്കെ യെസ്. ഓഫ്, ഇത് ബെഡ്റോക്ക് പോലെ തന്നെ കുറേ ഉണ്ട്. ഇവിടെ ഇത് അയണില്ലാണെങ്കിൽ ഇത് 2 മാത്രം കാണും. ഒരു TNT വെച്ച് പൊട്ടിക്കേണ്ട വരും. എൻ്റെ മേലെ എന്തൂരാ മൈൻഡ് ചെയ്യാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ ഇത് മൈൻഡ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ലക്കും. ഞാൻ പിന്നെ എപ്പോഴേലും വന്ന് മൈൻഡ് ചെയ്തോളും. ഇത്ര സ്റ്റോണായി, 9 സ്റ്റോൺ, അത് പോരാ, കുറച്ചും കൂടി അടിയിലോട്ട് ഒഴിക്കാം. ഇവിടെ ഒരു കുഴി. ഞാൻ എന്തിനാ 3 ബ്ലോക്ക് ഒഴിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കയറാൻ കുറച്ചും കൂടി എളുപ്പത്തിലാണ്. 2 ബ്ലോക്ക് ആകുമ്പോൾ എനിക്ക് ഭയങ്കര റിസ്ക്കാണ്, ഭയങ്കര റിസ്ക്കാണ്. പിന്നെ എൻ്റെ വേൾഡുകളെല്ലാം പോയിട്ടുണ്ട്. ഇതിൻ്റെ എപ്പിസോഡ് 1 ആണ് ഗൈസ്. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, നമ്മുടെ വേൾഡ് എല്ലാം പോയി. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടെല്ലാം പോയി. പിന്നെ നിങ്ങളുടെ കയ്യിൽ ആരുടെയെങ്കിലും കയ്യിൽ അതുപോലത്തെ APK ഒന്ന് കയറ്റിയിട്ടുണ്ടെങ്കിൽ അതപ്പം തന്നെ ഡിലീറ്റ് ആയിക്കോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ പോവും. ഓഫ്, കിട്ടിയില്ല. ഇത് മറ്റേ ഇതെന്ത് സ്റ്റോണാ എനിക്ക് പറയാം, കോൾ സ്റ്റോൺ ആണോ? എൻ്റെ പേരെന്തോന്നു, മോസി കോൾ സ്റ്റോൺ ആണോ? ഇത് നമുക്ക് മറ്റേ ഇത് കിട്ടുമല്ലോ. ഇതൊന്ന് ബ്രൂയിങ് സ്റ്റാൻഡ് എങ്ങനെ ഇരിക്കണേ, അതെൻ്റെ കയ്യിരുന്നോട്ട്. ഇവിടെ ചേച്ചി ആദ്യമായിട്ടാണ് റൂം. കുഴപ്പമില്ല, പിന്നെ ടോപ്പിൽ കയറാം. ബെസ്റ്റ്. നമുക്ക് നമ്മുടെ ഫാമൊക്കെയാണ് കുറച്ചും കൂടി എളുപ്പമാക്കാം. ഇതാ ക്യാരറ്റിനാണല്ലോ ഇത്. നമുക്ക് ഇവിടെ എനിക്ക് വീറ്റ് പിന്നെ കിട്ടാൻ വലിയ പാടൊന്നുമില്ല, കണ്ട പുല്ലൊക്കെ പറഞ്ഞാൽ മതി. ക്യാരറ്റ് തന്നെ 37 ക്യാരറ്റ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ചത്ത് ഇല്ല. അയ്യോ, ഞാൻ കണ്ടില്ല വയസ്സ്. വേറെ വഴിയൊക്കെ ഉണ്ട്, നമ്മുടെ കയ്യിൽ ട്രിക്കൊക്കെ ഉണ്ട്. ലാഡറൊക്കെ നോക്കി കോമഡി ആയിട്ടുണ്ട് വയസ്സ്. ഇങ്ങനെയാണ് നമ്മൾ കയറാൻ. പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അവിടെ കൂടെ എൻ്റെ XP. ഓക്കെ, നങ്കർ പവർ വേണ്ടേ കുറയുന്നുണ്ട്. അതിൽ ഞാൻ ക്യാരറ്റ് എടുക്കുന്നില്ല. ഇനിയിപ്പോൾ എൻ്റെ സ്പോണിങ് ഏരിയ എവിടെയാണ്? കുറച്ച് ഡെർട്ട് ഉണ്ട്. എനിക്ക് സ്പോണിങ് ഏരിയ എന്താ എനിക്കറിയില്ല. സ്പോണിങ് ഏരിയ ഇട്ട് ദൂരേക്ക് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. മറ്റേ തേനീച്ചക്കൂട് ഹൈമ, ആ സാധനം കുത്തി പൊളിച്ചിട്ടൊരു സുഖമില്ല. ഈ സാധനം വേണ്ട വഴി. അത് ഇതില്ല എൻ്റെ സ്പോണിങ് ഏരിയ. ഇത് തന്നെ എവിടേക്ക് വന്ന് ഒരു 2 ബ്ലോക്ക് ഇതൊക്കത്തെ സാപ്ലിങ് കിട്ടിയിട്ടുണ്ട്. ഈ ഗെയിം എങ്ങനെയാണ് കയറ്റിയ ഈ ഒരു ഗ്രാഫിക്സ് നമുക്കിതെല്ലാം ഇടുന്നത്. ഇവിടെ ഇതുള്ള വലിയ സീനില്ല. ഈ ഗ്രാഫിക്സ് എല്ലാം നമ്മൾ കയറ്റുമ്പോൾ കിട്ടുന്നത്. അത് ഞാൻ ഈ ഗ്രാഫിക്സ് ആക്കി എടുത്തതാണ്. പിന്നെ ഇതിലും വൈബ്രൻറ്റ്, സിമ്പിള്, എല്ലാം ഫാൻസി എല്ലാം ഉണ്ട്. ഇനി ഫസ്റ്റ് തന്നെ ഒരു അയൺ ഫാം. ഈ വില്ലേജ് അടുത്തുള്ളത് ചെറിയൊരു വിഷയമാണ്, നല്ലതും. നിങ്ങൾ പറ, വില്ലേജ് അടുത്തുള്ളത് നല്ലതാണോ ചീത്തയാണോ? നമുക്ക് ഇപ്പോഴായിട്ട് എൻ്റെ ബേസിന് വേണ്ടി നോക്കാനാണ് എൻ്റെ പ്ലാന്. ഒന്നും ഇവിടെ നിന്നുണ്ടോ അല്ലേ? ഇത് ഓഷ്യനാണോ? അവിടെ കെൽപ്പ് കാണുന്നത് ഓഷ്യൻ തന്നെ, അത് ഓഷ്യൻ തന്നെ. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും ചെന്ന് ഞാനിപ്പോൾ എന്ത് ചെയ്യാം, കുറച്ച് സ്റ്റോൺ ടൂൾസ് ചെയ്യട്ടെ. എന്നിട്ട് എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിള് ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുക. ഒരു സോഡ്. ഇത് അയൺ സോഡും ഇതെല്ലാം ഒരുപോലെ ഇരിക്കുന്നു. ഇപ്പം ഞാൻ ഉണ്ടാക്കിയത് എന്തെന്നാ, സ്റ്റോൺ സോഡാണ്. സ്റ്റിക്കില്ല ഗായ്സ്, സ്റ്റിക്കാണ് വിഷയം. നോക്കി ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതിൽ സ്പിയറും ഉണ്ട് കേട്ടോ. ആക്സ്, ഷവൽ, ഇത് അയണിൻ്റെ നമുക്കറിയാം.
പിന്നെ ഒരു ഹോയോ അയ്യോ ഇപ്പം ഉണ്ടാക്കിയാണേ. ആദ്യം ഞാനൊരു ബക്കറ്റ് ക്രാഫ്റ്റ് ചെയ്യട്ടെ, ഇല്ലെങ്കിൽ അയൺ വേസ്റ്റ് ആയിപ്പോവും. ഈ അയൺ വേസ്റ്റ് ആക്കുന്ന പരിപാടി എനിക്ക് ഇഷ്ടമല്ല. ഈ ബക്കറ്റ് ഇതെന്താ കാശ് ഇങ്ങനെ ഇരിക്കുന്നേ? ഒരു പിക്കാക്സ് ഇല്ല കൈസിൽ. പിക്കാക്സ് ഇത് അയണിൻ്റെ പിക്കാക്സ്, സ്റ്റോണിൻ്റെ പിക്കാക്സ്. ഓ നമുക്ക് ഈ നൈറ്റ് ഒന്ന് ബെഡ് എടുത്തോ. ബെഡ് ഞാൻ ഇവിടെ പ്ലേസ് ചെയ്യട്ടെ. ഈ ബാക്കി പരിപാടി നമുക്ക് പറയാം ഉണ്ടാക്കാനൊക്കെ. സ്റ്റോണൊക്കെ ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് കാണിച്ചില്ല? ഓക്കെ കിട്ടി. നൈറ്റ് ആയിട്ടുണ്ട്, ഞാൻ ഉറങ്ങട്ടെ. എന്തുകൊണ്ട് എന്നെ ഉറക്കുന്നില്ല? ഓക്കെ എന്തായാലും നാളെ രാവിലെ ആയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഞാനങ്ങനെ എണീറ്റിട്ടുണ്ട്. വേറെ ഇവിടെ ഓളെൻ്റെ പൊട്ടി. നല്ല കാര്യം, ഞാൻ ആക്സാണ് ഉണ്ടാക്കിയത്. ഇതെന്തുന്ന ബ്രഷോ എന്തുവാണോ ഇതിങ്ങനെ? ഇതെന്തുന്ന സാധനം? മറ്റേ കരിയിലാണ് അത് പറ. വലിയ കുഴപ്പമില്ല. ഓക്കെ കുറച്ച് നാളത്തേക്ക് ഇത് പൊരുത്തപ്പെടേണ്ടി വരും. കാരണം എന്തായാലും ഇന്ന് നമ്മുടെ മൈൻക്രാഫ്റ്റ് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവില്ല ഗൈസ്. സോറി, എന്നോട് ക്ഷമിക്കണം നിങ്ങൾ. പിന്നെ നല്ല വ്യൂസൊക്കെ കിട്ടുന്നുണ്ട്, ബട്ട് ആരും ലൈക്ക് ചെയ്യുന്നില്ല ഗൈസ്. കഷ്ടം, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യും, വെറുതെ സബ്സ്ക്രൈബും കൂടെ. ഞാൻ വീഡിയോ തുടങ്ങിയത് എൻ്റെ 5ാമത്തെ വീഡിയോ ആണ് ഇപ്പം ഇത്. പക്ഷെ എൻ്റെ 3ാമത്തെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ എനിക്ക് 13 സബ്സ്ക്രൈബേഴ്സ് കിട്ടി. 4-3 ആയപ്പോൾ തന്നെ. നിങ്ങളെന്നെ കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കൊരു 100 സബ്സ്ക്രൈബേഴ്സൊക്കെ സുഖമായിട്ടാവാം. നിങ്ങൾ സബ് ചെയ്യുക ഗൈസ് പ്ലീസ്. ഇവിടെ നിന്ന് തന്നെ വാട്ടർ ബക്കറ്റ് എടുക്കാം അല്ലേ? വാട്ടർ ബക്കറ്റ് എടുത്ത് എൻ്റെ കയ്യിൽ കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊക്കെ നടന്നു നോക്കിയപ്പോഴേലും ഇതിൽ പിന്നെ നമ്മുടെ MLG ഒക്കെ വർക്കാവും. വർക്കാവും ഗൈസ്. അയ്യോ എന്നെ കൊണ്ട് പോണേ, അവിടെ താഴെ വലിയ കുഴി. അയ്യോ കുഴി ഇതേ പോകണുണ്ടോ? താഴെ നോക്കും എന്തെങ്കിലും കുഴിയാണ്, ആ വെള്ളം പോയിക്കോളും. ആണോ? നമുക്ക് ഒരു മൈനിങ് ഏരിയ ഇവിടെ റെഡിയാക്കണം, ഒരു ബേസിൻ്റെ വഴി ഇവിടെ തുടങ്ങണം. ഇപ്പം ഞാൻ മൈൻക്രാഫ്റ്റിൽ 1 ഡേ സർവൈവ് ചെയ്തു. ഇപ്പം എൻ്റെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ മൈൻക്രാഫ്റ്റിൽ ഏകദേശം 2 ഡേ സർവൈവ് ചെയ്യുന്നൊരു വീഡിയോ ഇടാനാണ്. ഓക്കെ എൻ്റെ ഒരു മെയിൻ ടൂൾസ് മാത്രം ഉണ്ടാക്കിയുള്ളൂ, ഫർണസ് ഉണ്ടാക്കിയില്ല. അങ്കർ പവറും കുറവാണ്. ഒരു ഫാം ഇപ്പം തന്നെ സെറ്റ് ചെയ്യണം, ഇല്ലാതെ പറ്റൂല. ഇതെന്താ ചിക്കൻ? ഏടാ ഇതെന്ത് സാധനമോ ചിക്കൻ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്? കുഴപ്പമില്ല. ഇത് തിന്നുന്നത് എങ്ങനെയാ? എല്ലോടെ എടുത്ത് വിടുങ്ങി. നല്ല കാര്യമോ. ഇപ്പം തൊണ്ടയിൽ കുടുങ്ങി മരിക്കുക. ഇതെന്ത് ഹെൽമെറ്റിലൊരു ഓട്ടയൊക്കെ? ഹെൽമെറ്റിലുള്ള മാസ്കാണോ അത്? എന്തൊക്കെയോ എന്തോ. ഇത് ബൗളായിരിക്കും. അത് തന്നെ പറഞ്ഞില്ലേ. ഇതെന്തെന്നാ? ഫർണസ് ഇനി ഇങ്ങനെ ഈ ഫർണസ് ഇതിൻ്റെ തൊട്ടടുത്ത് പ്ലേസ് ചെയ്യുക. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദങ്ങൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തരണം. എല്ലാം ചീപ്പാണ് ഗൈസ്, എല്ലാം ചീപ്പായിപ്പോയി. ഞാൻ എന്ത് ചെയ്യാനാ? മഴയാണ് അമ്മേ. അയ്യോ ഇപ്പോൾ ഇവിടെ എന്ത് മഴയാണ്, വേറൊന്നും കൊണ്ടല്ല. മഴയുടെ ഒരു സൗണ്ട് നിങ്ങളൊന്ന് സഹകരിക്കണം പ്ലീസ്. ഇവനെ നമുക്ക് തട്ടാം. ഈ ഇതിവിടെ നിന്ന് മാറ്റി വെക്കട്ടെ. ചാടാനേ എനിക്കത് ചാടാൻ പറ്റാത്ത. ഇതിലെ കൺട്രോളായിട്ട് എനിക്ക് ഒട്ടും കളിക്കാൻ പറ്റുന്നില്ല. ഇതെന്താ അങ്ങനെ ലെതർ ഇങ്ങനെ ഇരിക്കുന്നേ? ഒരു ചെസ്റ്റൊക്കെ ക്രാഫ്റ്റ് ചെയ്യണം. കുഴപ്പമില്ല. ഈ ഒരു കോളും ഇതായിരിക്കുമല്ലേ റോ ബീഫ്, അതവിടെ നിന്ന് കുക്കാവട്ടെ. അപ്പത്തേന് ഞാൻ ഈ സ്ഥലം ഒന്ന് ലെവലാക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഞാൻ അതവിടെ ചെയ്തിട്ട് ഇവിടെ ഞാൻ ഏകദേശം ഒന്ന് വൃത്തിയാക്കി എടുത്തു, നമ്മുടെ ബേസിൻ്റെ പരിപാടിക്ക് വേണ്ടി മാത്രം. അപ്പോൾ എൻ്റെ ഏരിയയിൽ എനിക്കൊരു അണ്ടർ വാട്ടർ ബേസ് ഉണ്ടാക്കിയാലോന്നുണ്ട്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ചെയ്യാം. അണ്ടർ വാട്ടർ ബേസിന് വലിയ പരിപാടികളും കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടുന്ന് ഒരു സ്റ്റെയർ കേസ് ആയിരിക്കും. ഇവിടുന്ന് ഒരു സ്റ്റെയർ കേസ് നേരെ ഇതാണെങ്കിൽ ഓഷ്യനും കൂടെ ആണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഉണ്ടാക്കാം ഗൈസ്. അണ്ടർ വാട്ടറൊക്കെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഞാൻ എൻ്റെ ഒരു മുമ്പത്തെ ഒരു APK വേൾഡിൽ ഞാൻ അണ്ടർ ബേസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അണ്ടർ വാട്ടർ ബേസ്. ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. ഇവിടെ ഞാൻ ഒരു ഫാം അങ്ങോട്ട് സെറ്റ് ചെയ്യട്ടെ. ഇവിടെ വേണ്ട, ഇവിടെ ഒരു സുഖമില്ല.
കുറച്ച് മുകളിലേക്ക് സെറ്റ് ചെയ്യാം. ഈ കുറേ മുകളിലേക്ക് ഞാൻ പോകുന്നില്ല, കാരണം ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി 10-20 ശകലമൊന്നുമില്ല കേട്ടോ ഞാൻ എടുത്തത്. എൻ്റെ ഡ്യൂറബിലിറ്റി കണ്ടറിയാം ഷവലിൻ്റെ ഞാൻ എത്ര ഷവൽ എടുത്തു എന്ന്. ഒരൊറ്റ ഷവലും കൊണ്ടാണ് ഇട്ട് ഞാൻ ഇത്രയും ചെയ്തത്. ഇത്രയൊന്നും പറയാനൊന്നും ഇല്ല അവിടെ, എന്നാലും ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഈ വെള്ളം വെച്ചിട്ട് എൻ്റെ ഇതാണോ ഹോ? ഇതെന്താ വർക്കാവാത്ത? ഈ ഗെയിമിൽ ഫാമിങ്ങിൻ്റെ പരിപാടി ഇല്ലേ? എന്ത് വർക്കാവാത്തേ? സോറി, ഞാൻ പിക്കാക്സാണ് എടുത്തതെന്ന് തോന്നുന്നു. ഞാൻ ഹോപ്പ് ക്രാഫ്റ്റ് ചെയ്തില്ലേ? ഞാൻ ക്രാഫ്റ്റ് ചെയ്തതാണല്ലോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എൻ്റെ ഇതിൽ ഇല്ല. എന്നാലും ഞാൻ ക്രാഫ്റ്റ് ചെയ്ത ഹോപ്പ് എവിടെ പോയി? ഇതെന്തൊന്നും സാധനം? ഇതെങ്ങനെ ഇരിക്കുമോ? നല്ലതായിട്ടിരിക്കും. ഓക്കെ, ഞാൻ ഇത് ക്ലിക്ക് ചെയ്ത് ഒരു ഹോയും കൂടെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്യട്ടെ. ഇപ്പോൾ ഹോ കിട്ടി. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഇതുവരെ ഇട്ട എപ്പിസോഡിൽ ആ ഒരു ബേസ് തന്നെ അങ്ങനത്തെ ഒരു ബേസ് തന്നെ വേണോ, അതെയോ വേറെ ടൈപ്പ് മോഡൽ ബേസ് വേണോ? വേണമെങ്കിൽ 3-4 ഇതൊക്കെ നോക്കാം. നിങ്ങൾ ആരും കമൻറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ചെയ്യേണ്ടിരുന്ന എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. വെറുതെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് ഇതാക്കി റെഡിയാക്കട്ടെ. നമുക്ക് കുറച്ച് ദൂരേക്ക് ആക്കിയെടുക്കാം. ഇത് സൗണ്ടൊന്നും ഇല്ലേ? സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉണ്ട്, കിട്ടില്ല. ഇത്ര നേരം സൗണ്ട് ഓണാക്കാതെ കളിച്ച്. ഇപ്പം കൊള്ളാം. കുറച്ച് ഏരിയ ഞാൻ ആക്കുന്നുള്ളൂ, കാരണം എനിക്ക് കുറച്ച് മതി ഇപ്പം. ഇനി ഇവിടെ ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. ടിൽറ്റ് ചെയ്യുന്ന സൗണ്ട് കഴിയുമ്പോൾ നല്ലൊരു സുഖം. മൈൻക്രാഫ്റ്റിൽ ചില വോയിസ് ഒക്കെ കേൾക്കാൻ നല്ല രസമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള വോയിസും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ആരുടെയും വീണ്ടും പറയാം, ആരുടെയും കയ്യിൽ അത് APK ഉണ്ടെങ്കിൽ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയണം. കാരണം വേറൊന്നും ഇതെന്ത് ചാച്ചടോ എന്തോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങളുടെ ഫോൺ വരെ അവർ ഹാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ APK ഡിലീറ്റ് ചെയ്തത്. ഇതിൽ പിന്നെ മൾട്ടിപ്ലെയർ ഒന്നും കളിക്കാം, അങ്ങനെ വലിയ സീനൊന്നുമില്ല. അപ്പോൾ ഞാൻ കളിക്കുന്ന ഓർഡറായിരുന്നു. ഇതിൽ മൾട്ടിപ്ലെയറും ബെഡ് വാറും ഒക്കെ കളിക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ബെഡ് വാർ കളിക്കും. വലിയ സീരിയസൊന്നുമില്ല, ബട്ട് അത്യാവശ്യം ഞാൻ കളിക്കും. ഇതെന്താണെന്ന് നോക്കണം. ഇവിടെ നമുക്ക് ക്യാരറ്റ് നടാൻ പറ്റുമോ? ആ പുല്ലിൽ ഇവിടെ നടാൻ പറ്റുമോ? ഇനി ഇതെന്തെന്നോ സാധനം. ഓക്കെ ഗൈസ്, ഇവിടേക്ക് വെള്ളം എത്തുന്നില്ല. നിനക്ക് ഞാൻ ഫീഡ് ചെയ്ത് തരാടാ. ഇപ്പോൾ ഫീഡ് ചെയ്ത് തരാം. നമുക്കിപ്പോൾ ഫീഡ് ചെയ്ത് തരാം. ഒരൊറ്റ സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ. ആദ്യം എൻ്റെ വിശപ്പടക്കട്ടെ. നീ പോകും. ഇപ്പോൾ അടുത്ത നൈറ്റായി. എനിക്കിനി വെള്ളം ഒരു അൺലിമിറ്റഡ് വാട്ടർ സോഴ്സ് ഒക്കെ ഉണ്ടാക്കണം എനിക്ക്. ഇതിലൊന്നും വേറെ നൈറ്റാകുന്നു. അതും പൊട്ടി. നല്ല കാര്യം. എൻ്റെ ആദ്യത്തെ ഒരു ടൂള് പൊട്ടിയിട്ടുണ്ട്. ഷവലാണ്. ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. ഞാൻ ഇനി എന്തെങ്കിലും കിടന്നുറങ്ങട്ടെ. ഇനി യാഹൂ ഉറങ്ങിയില്ലേ? യാഹൂ, അത് ഉറങ്ങാനും പറ്റുന്നില്ല. എന്തായാലും ഒരു ബക്കറ്റ് വെള്ളം കൂടെ എടുക്കട്ടെ. എൻ്റെ ഒരു ഐഡിയ ഉണ്ട് ഒരു വാട്ടർ സോഴ്സ് ഉണ്ടാക്കാൻ. ഇവിടെ ഒന്ന് വെള്ളം എടുക്കട്ടെ തന്നെ. ഇത് ഏകദേശം 4-5 ബ്ലോക്ക്. മറ്റേതിൽ നമ്മുടെ ബെഡ് ബാറിലാണെങ്കിൽ പറ്റില്ലോട്ട് ഗ്ലിച്ചാവില്ല, പക്ഷെ ഇതിൽ ഗ്ലിച്ചാവുന്നുണ്ട്. അതെന്താണെന്ന് ആർക്കറിയാം? നല്ല കാര്യമാണ്. ഓക്കെ, ഞാൻ ഇതൊരൊറ്റ സോംബീനെ പോലും ഇതിൽ കണ്ടില്ല. നൈറ്റിന് സർവൈവ് ചെയ്യുന്ന പരിപാടി ഞാൻ നിർത്തി. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിന് എത്ര ബക്കറ്റ് വെള്ളം വേണമെങ്കിലും എടുക്കാം. ഈ ക്യാരറ്റ് എടുത്തു, ഷവല് പൊട്ടി, അല്ല ഹോ പൊട്ടി. ഇതിനെ ഇങ്ങനെ ഇവിടം വരെ കൊണ്ടുവന്നു. ഇനി ഇവിടെ അങ്ങോട്ടേക്കും ഇവിടെ ഇനി അങ്ങോട്ട് പോകണ്ട. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം എല്ലാം പോകും. ഒരു വെള്ളം അവിടെ. ഈ വെള്ളം ഇങ്ങനെ ഒഴുകാൻ പാടില്ല, അതാണ് നമുക്ക് വേണ്ടത്. ഒഴുകിയാലും പ്രത്യേകിച്ച് കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ എന്നാലും എൻ്റെ ഒരു മനസ്സമ്മതി ഇത് ഇവിടെയാണ് ഒഴുകുന്നത്. ഇനി ഇവിടെ തന്നെ നമുക്ക് എത്ര വെള്ളം വേണമെന്നില്ല, ഒഴുകൊന്നുമില്ല. ഒറ്റ വെള്ളം നമുക്ക് ഈ വെള്ളം ഇങ്ങനെ 3 ബ്ലോക്ക് വെച്ചിട്ട് അവിടെ നമുക്കിങ്ങനെ ഈ പരിപാടിയൊക്കെ നടക്കും. പക്ഷെ ലാവയിൽ ആ പരിപാടി നടക്കില്ല.
ലാവ അങ്ങനെയാണ്. ഇനി പോയി കൊണ്ട് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് ടിൽറ്റ് ചെയ്ത് കൊടുത്ത് എനിക്ക് തോന്നുന്നു ഈ നനവ് വരുമ്പോഴാന്ന് തോന്നുന്നു ഇങ്ങനെ വരും. നമ്മുടെ മൈൻക്രാഫ്റ്റിലും ഇല്ലേ ആദ്യം ഇങ്ങനെ ഒരു വൃത്തിയായിട്ട മണ്ണും അത് കഴിഞ്ഞൊരു നനഞ്ഞ മണ്ണും അതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ക്യാരറ്റെടുത്ത് വേണ്ട ഒരു ഓടിയോ എൻ്റെ അമ്മ ഇതാണ് 1 മീറ്റർ അകലെന്നൊക്കെ വരുന്നത് ഓളായിടുന്നു. ആദ്യം എനിക്ക് നട്ട് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ട് എനിക്ക് ഞാൻ തരും ഉറപ്പ്. ഇത് ഫുള്ള് ഇവിടെ നടാം. ഞാനത് ഫുള്ള് നട്ടിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിങ്ങനെ ഫാമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇത്രയും കിട്ടിയുള്ളൂ ഗൈസ്. ഇനി എനിക്ക് കുറച്ചും കൂടെ വേണമായിരുന്നു. ഇതിൽ ഞാൻ ഒരു ക്യാരറ്റെങ്കിലും അവന്മാർക്ക് ഇട്ട് കൊടുത്തില്ലെങ്കിൽ അവന്മാർ ഇനി ഫാം ചെയ്യില്ല ക്യാരറ്റ്. അത് എൻ്റെ കയ്യിൽ നിന്ന് പോയാൽ ഇനി കിട്ടൂല. എൻ്റെ കയ്യിൽ ഇവിടെ കുറച്ച് ബീറ്റ് ഉണ്ട്, അതങ്ങ് നട്ട് വെച്ചേക്കാം. കിട്ടുന്നതൊക്കെ നട്ട് ഈ മൈൻക്രാഫ്റ്റ് ജസ്റ്റ് അതിൻ്റെ പൊക്കത്തേക്ക് വീണാൽ മതി, അപ്പം തന്നെ പോവും. പക്ഷേ ക്രാഫ്റ്റ് വേൾഡ് ഞാൻ നോക്കിയിട്ട് ആ ഒരു പ്രശ്നമില്ല. ഇവനും തിന്നാൻ വേണമല്ലേ. സോറി ബ്രദർ, നിനക്ക് തിന്നാൻ അവിടെ ഒന്നുമില്ല, പക്ഷെ എനിക്ക് തിന്നാനുണ്ട് നീ. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് ഒരു സ്റ്റെയർ കേസ് അതാണ് ഇനി എനിക്കാണ്. ഒരു ഹോയും കൂടെ കൊടുത്തിട്ട് നല്ല കിടിലൻ ചിക്കൻ. ഇതിനെൻ്റെ ഫുഡായിട്ടുണ്ടാവല്ലോ. ഇത് കിട്ടി. ആൾക്കാർ ഇനി ഇത് നോക്കാവട്ടെ. ഈ സാധനം നമുക്ക് ഞണ്ണാം. നല്ലപോലെ എനിക്ക് കിട്ടി അങ്കപ്പോൾ. അത് നമുക്ക് ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഒക്കെ ഇവിടുന്നുണ്ടാക്കാം. ഞാൻ ഒരു ഷവലുണ്ടാക്കാനാണ് പോയെ. ഈ സ്റ്റിക്ക് എന്നെ വട്ട് പിടിപ്പിക്കും. ഒരു ഷവല് സെറ്റ്. ഇനി വീണ്ടും പോവാം. വീണ്ടും ഒരു സീഡും കൂടെ കിട്ടി. ഇതിൽ പൊട്ടിക്കുന്ന എല്ലാത്തിനും സീഡ് കിട്ടുമല്ലോ. പക്ഷേ നമ്മുടെ മൈൻക്രാഫ്റ്റിലൊന്നും വരില്ല. തന്നെ ഞാൻ എത്ര വട്ടാ കഴിച്ച് ഞാൻ ആ മൈൻക്രാഫ്റ്റിനെ പൊക്കി പറയുന്നത്. കാരണം വേറൊന്നുമില്ല, അത്രയും കളിച്ചതുകൊണ്ടാണ്. അതാ മൂഞ്ചി. ഇല്ല നമ്മളങ്ങനെയൊന്നും തോറ്റു കൊടുക്കൂല. അതവിടെ എത്തി. ഇവിടെ ഇങ്ങനെ ചെറിയൊരു സ്റ്റെയർ കേസിൻ്റെ പരിപാടി ചെയ്ത്. ഓക്കെ, ഇവിടെയും കൂടെ ഒന്ന് ചെയ്തേക്കാം. പിന്നെ നമ്മുടെ ഡെർട്ടൊക്കെ ഇഷ്ടം പോലെയാണ്. പിന്നെ നിങ്ങൾക്കറിയാത്തൊരു കാര്യം വേണേൽ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഞാൻ എൻ്റെ ഒരു ട്രേഡ് ഹാളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഡെർട്ടും കൊണ്ട് വേണമെങ്കിൽ ഫുൾ ഡയമണ്ട് ആർമറൊക്കെ ആവാം. പക്ഷെ അതൊക്കെ എനിക്ക് ചൊറയുള്ള പരിപാടിയാണ്. ഞാൻ ഫുൾ ഡയമണ്ട് ആർമർ ഈ ഡെർട്ടും കൊണ്ട് ആവുന്നില്ല. ഞാൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്തിരിക്കോ. ഇത്തിരി ചൊറയുള്ള പരിപാടി തന്നെയാണ് ഗൈസ്. അതെ, ഈ വളം വരെ എത്തി. ഇങ്ങനെ ഞാനുകൊണ്ട് ഒരു സ്റ്റെയർ റെഡി ആക്കിയിട്ടുണ്ട്. കുറച്ച് അവിടെ സ്റ്റെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്റ്റെയർ റെഡിയാക്കി നീ നിന്നെ ആരും താഴെ വിളിക്കുന്നത് ചെല്ലി. അത് നിന്നെ ആരും താഴെ വിളിക്കുന്നതാ, ചെല്ലടാ. ടാറ്റ. ഞാനവിടെ കിടന്ന് ഡ്രൗൺ ആവും ഗൈസ്. കാരണം ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റിലുണ്ട് ഗൈസ് പിഗ് ഡ്രൗൺ ആവുന്നത്. നിങ്ങൾക്ക് അറിയാമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് ആണ്. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം അടുത്തായിട്ട് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. ഞാൻ ഈ ഒരു പശുവിനെ കിട്ടി സാധനം കിട്ടി. ഞാൻ കുറച്ച് ഫുഡ് ഒപ്പിച്ചിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ കുറേ ഫുഡൊന്നും ഒപ്പിച്ചില്ല. ഞാൻ അവിടെ കുറേ നേരം നിൽക്കുന്നത്. ഇതിൽ 3 സ്പോണാകുന്ന മെല്ലെയാണ് ഗൈസ്, വളരെ മെല്ലെ. എന്ത് മെല്ലെ, ഇതൊരു ഷീപ്പാണ്. അതൊരു ഷീപ്പ് സ്പോൺ. ഈ ഷീപ്പിനെ കൊണ്ട് അടുത്ത ഷീപ്പ് സ്പോൺ ആണെങ്കിൽ എന്ത് സ്ലോയാണെന്നറിയാം. എന്ത് കൊള്ളാത്ത ഇതാണോ സുഖം. ഇതിൽ ചാടി അടിക്കുന്ന പരിപാടിയൊന്നും നടക്കുന്നില്ല. പൊക്കത്തോട്ടെ. ഇനി ഇവിടെ നമ്മളൊരു 10-12 മിനിറ്റ് അടുത്ത ഷീപ്പ് സ്പോണാവും. 10-12 മിനിറ്റ് സെക്കൻഡിലാട്ടോ ഗൈസ്. മൈൻക്രാഫ്റ്റിലാണെങ്കിൽ ഒറ്റ തവണ കൂടെ പ്ലീസ് ഒന്ന് ക്ഷമിച്ച് തരണം. മൈൻക്രാഫ്റ്റിലാണ് നമ്മൾ 2-3 സെക്കൻഡൊക്കെ നിന്ന് കഴിയുമ്പോൾ അടുത്ത മോബ് സ്പോണാവും. അത് ആവശ്യമുള്ള സമയത്ത് മാത്രം. ആവശ്യമില്ലാത്ത സമയത്ത്, ഉള്ള സമയത്ത് ഒന്നും കിട്ടൂല. അതാണ് അതിൻ്റെ ഇത്. അതവിടെ അടുത്ത് വെക്കുന്നു. എനിക്ക് നോടാൻ പറ്റാത്തേ. 3-4 അടിയൊക്കെ വന്നു. ഞാൻ എന്തോ അടി പഠിച്ച് അവനെ കൊല്ലണ്ടാവും പാവം. ഓക്കെ, വേറൊന്നുമില്ല ഇനി ഇവിടെ. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് നേരം മൈനിങ്ങിന് വേണം ഗൈസ്. കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ സ്റ്റോൺ ടൂൾസ് കൊണ്ട് എനിക്കൊന്നും ആവില്ല. പിന്നെ ഇതിൽ നമുക്ക് ഷോ കോർഡിനേറ്റ് ഓണാക്കാൻ പറ്റുമോ? കോർഡിനേറ്റ് ചെയ്ത് ഓണാക്കാൻ പറ്റുമോ? കുറച്ചും കൂടെ എളുപ്പമായിരുന്നു പരിപാടി.
പറ്റാതിരിക്കുമല്ലോ. അതാ ഷോപ്പ് കോർഡിനേറ്റ് ഓൺ. സെറ്റ്. നമുക്ക് ഡേയ്സും കൂടെ അങ്ങ് ഓൺ ചെയ്ത് വെച്ചേക്കാം. കുറച്ചും കൂടെ ഡേയ്സ് എന്ത് ചെയ്യേ ഡേയ്സ് സെറ്റ്. ഇപ്പം എല്ലാം ഓണായി. ഈ ഫ്രണ്ട്ലി ഫയർ എന്താണ്? ഫ്രണ്ട്ലി ഫയർ അതെന്താണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എന്താ അറിയില്ല. ഇതിൽ ക്യാരറ്റ് പെട്ടെന്ന് വളരുന്നുണ്ടോ ഒരു ഡൗട്ട്. വളർന്ന് അവിടെ സ്പോണാകുന്നു, ഇവിടെ ഒന്നും സ്പോണാകുന്നില്ല. എന്തിനിത്? ഇനിയിപ്പോൾ എൻ്റെ ഒരു പെർമനൻറ്റ് മൈനിങ് ഏരിയ എനിക്കിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദൂരേക്ക് ഉണ്ടാക്കുകയാണ്. ദൂരേക്ക് മാത്രമല്ല, ഞാൻ എൻ്റെ ബെഡ് എടുക്കുകയാണ്. കാരണം എൻ്റെ കഴിഞ്ഞ ഒരു എപ്പിസോഡിലൊക്കെ പറയാം, ഞാൻ ആ വീടുണ്ടാക്കാൻ നേരത്ത് വുഡ് കളക്ട് ചെയ്യാൻ പോകും. മൈനിങ്ങിന് പോയിട്ട് തിരിച്ച് വരുമ്പോൾ അവിടെ നൈറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഞാൻ അത്രയും നേരം അവിടെ നിൽക്കണം. എന്നെക്കൊണ്ട് ഇതിൽ പറ്റില്ല ഗൈസ്. ഇതിനകത്ത് മിസ്റ്റേക്സ് ഒന്നും കാണിക്കാത്ത പരമാവധി ചെയ്യാം. ഞാനങ്ങനെ കുഴിച്ച് താഴെ എത്തിയിട്ടോ അല്ലെങ്കിൽ കേവോ അയണോ അങ്ങനെ എന്തെങ്കിലും ഞാൻ കാണുവാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഞാനതാ കുറേ നേരം കുറച്ച് നേരം മൈൻഡ് ചെയ്തു, കുറേ നേരമില്ല. അതായത് അവിടെ എന്തോ ഒരു ഓറ് കണ്ടു. ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു പച്ചയും കോപ്പറാന്നാണ് എനിക്ക് തോന്നുന്നത്. മൈൻഡ് ചെയ്തൊക്കെ മത്തങ്ങയോ? അത് തന്നെ, കോപ്പർ തന്നെ. ഞാൻ പറഞ്ഞില്ലേ. നമുക്കെന്തായാലും ഒരു ആർമർ സെറ്റ് ചെയ്യാനുള്ളതായി. ഇതിൽ കോപ്പർ കൊണ്ട് ആർമർ ഉണ്ടാക്കാൻ പറ്റുമോ? എൻ്റെ ഇതിൽ പറ്റൂല എന്ന് തന്നെയാണ്. അതായത് കോപ്പർ കൊണ്ട് വൃത്തിക്ക് ഗുണമൊന്നുമില്ല. ഇല്ല ഗൈസ്, പറ്റൂല. ഇതുകൊണ്ട് പറ്റൂല. ഇതിൽ കോപ്പർ എന്ന് പറഞ്ഞൊരു സംഭവമേ ഇതിലില്ല. ഉണ്ട് നമ്മുടെ പഴയ അപ്ഡേറ്റ് പോലെ തന്നെ. ഇനി കോപ്പർ കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. അതാ പുതിയൊരു ഓറ് കിട്ടി. അത് കോള് തന്നെ കിട്ടിയ ഓറ്. ഓക്കെ, എന്നാലും ഞാൻ ഇനി വേറെ ഏതെങ്കിലും ഓർ കാണുകയാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, ഞാനങ്ങനെ അത്രയും ദൂരം കുഴിച്ചു വന്നു. അപ്പോൾ എനിക്കിതാ കുറച്ച് കോബിൾ സ്റ്റോൺ ഇല്ലാതെ വേറൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ നോക്കിയതിൽ പറ്റുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇനി നമുക്ക് കോപ്പറിൻ്റെ ആർമർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ ആർമർ ഉണ്ടാക്കി. കുറച്ച് ടൈം എടുത്തിട്ടായാലും ഇപ്പം ആർമർ സെറ്റായില്ലേ. അതിൽ കൂടെ ചവിട്ട പിക്ക് വേവി പിക്ക്. ഇത് കൊള്ളാലോ സാധനം. ക്യൂട്ട് സാധനം. എൻ്റെ ചെവി നോക്ക്. ചെവി കാണിക്കടാ എൻ്റെ. നമുക്ക് ചെവിയൊക്കെ മടങ്ങി. ഹൈന്ന് കൊള്ളാൻ സാധനം. ഇതുണ്ടോ കോപ്പറിൻ്റെ ടൂൾസ് ആൻഡ് ആർമർ. ഇത് നോക്കി നോക്കാം. ഇതിൽ കാണിക്കണ്ടേണല്ലോ. ഇതാ കോപ്പറിൻ്റെ സോഡ്, സ്പിയർ, ആക്സ്. ആർമർ ഉണ്ടോ? ഇല്ല, ആർമർ കാണിക്കുന്നില്ലല്ലോ. ഗോളം ഉണ്ട്. ഇതാ ഗോളം വേറെ, ചെസ്റ്റ് വേറെ. അങ്ങനെയാണ് കേസ് ചെയ്യുന്നത് തോന്നുന്നു. നോക്കി നോക്കണം. ഇനി കോപ്പറിൻ്റെ ചെസ്റ്റൊക്കെ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാം. ഒരു ചെസ്റ്റും പോലെ കോപ്പർ മതി. നമുക്കെന്തായാലും ഇത് സ്മെൽറ്റ് ചെയ്യാനുള്ള കോളിൻ്റെ ഉണ്ട്. കോപ്പറെന്തേ അതായിരിക്കുന്നു. 28 മതിയെന്നു നമുക്കൊരു ഫുൾ ആർമറിന്. പക്ഷെ ടൂൾസിന് അത് തികയൂല. ഓക്കെ, അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റ. അയ്യോ ചത്ത് ഇല്ല. അയ്യോ ചത്തു. ഹാർട്ട് ഇപ്പച്ചവൻ്റെ ആദ്യത്തെ ഡെഡ് ഇപ്പം കാണാൻ നിങ്ങൾക്ക്. എൻ്റെ അമ്മ ആടിനെ കൊല്ലാൻ പോയേ. ഹാർട്ട് എൻ്റെ അമ്മേ. അപ്പോൾ വേഗം ഓർഡർ. അവനെൻ്റെ കുണ്ണിക്ക് പറയൂ. അയ്യോ എൻ്റെ അമ്മ എന്തിനേറെ പറഞ്ഞവൻ. കുറച്ച് പയ്യെ എറിയണ്ടേന്. അവനങ്ങ് വീശങ്ങ് എറിയുന്ന. ക്യാരറ്റൊക്കെ വളർന്നൊന്നിപ്പോൾ ഇങ്ങനെ നിറയെ ആർക്കറിയാം. എന്തെങ്കിലും ഒരു ആർമർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡൊക്കെ നിർത്താം ഗൈസ്. 5 മതിയെന്ന് തോന്നുന്നു ഹെൽമെറ്റിന്. ഇതിലുണ്ടാക്കാൻ പറ്റുക ഹെൽമെറ്റ്. അതിടാം. പാത്രം പോലെ ഇതിനകട്ടായിരുന്നു. സോറി. ഹെൽമെറ്റ് ഇട്ടു. 4 വേണം തോന്നുന്നു ഒരു ബൂട്ടിന്. നോക്കട്ടെ. 4 ഞങ്ങൾ എന്തായാലും ഒരു ഫുൾ കോപ്പർ ആർമറായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം.
ഓക്കെ ഗൈസ്, ഞാൻ ഏതാ ഫുൾ ആർമർ സെറ്റ് ആയിട്ടുണ്ട്. ഫുൾ ആർമർ ഫുൾ ആർമർ ഫുൾ ആർമർ ഫുൾ ആർമർ ഫുൾ കോപ്പർ ആർമർ ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ എത്ര കോപ്പർ ഉണ്ട്? സ്മെൽറ്റ് ആവാൻ 2 കൂടെ, 4 കോപ്പർ ഉള്ളു. ഇനി ഇതൊന്നിട്ട് കയ്യിരിക്കുന്ന എഗ്ഗ് ഒന്നുമില്ല. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. നമുക്കൊന്ന് ഉറങ്ങാൻ കൂടെ ചെയ്ത് ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ നിർത്താം ഗൈസ്. കാരണം ഇപ്പം തന്നെ ഏകദേശം എത്രയായി? 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ വെച്ച് നൈറ്റ് എന്താവട്ടെ, നൈറ്റ്. പിന്നെ ഈ ക്യാരറ്റ് എങ്ങനെ ഇതിൽ വളർന്നെന്ന് എങ്ങനെയാ നോക്കുക? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഇത് മനസ്സിലാവുന്നില്ല ഗൈസ്, എങ്ങനെയാണ് വളർന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാൻ എന്തായാലും ഇനി കയറി ഉറങ്ങട്ടെ. അപ്പം ഇന്നത്തെ ലെറ്റ്സ് പ്ലേ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.